വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റീതൽ നക്ഷത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും ഋതുക്കുട്ടനും കൂടി തിരുപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊങ്കൽ ലീവിനായിട്ട് 10 ദിവസത്തിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി പൊങ്കലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു വൈബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആട്ടോ പൊങ്കലൊക്കെ വെക്കുന്നു കേട്ടോ. അപ്പോൾ പൊങ്കലൊക്കെ വെക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു വേപ്പിൻ്റെ ഒരു പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാ ഗേറ്റിലും എല്ലാവിടെയും കെട്ടിത്തൂക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് 4 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബിരിയാണി വെക്കാം. അപ്പോൾ ബിരിയാണി വെച്ചു ഞങ്ങളിട്ട്, വെജിറ്റബിൾ ബിരിയാണി ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെച്ച് പൊങ്കലൊക്കെ വെച്ച് ഞങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ. പൊങ്കലേ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള വീഡിയോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അത് പൊങ്ങി വരുമ്പോൾ പൊങ്കലേ എന്ന് പറയും കേട്ടോ. അതിൽ ആദ്യം അരി കഴുകി വെള്ളം തിളപ്പിക്കും കേട്ടോ. അരി കഴുകി വെള്ളം വെച്ചിട്ട് അതിൽ നമ്മൾ അരി ഇടും. അരി ഇട്ടിട്ട് പച്ചരി ഇടുക. പച്ചരി ഇട്ട ശേഷം നമ്മൾ അതിൽ ബെല്ലം അതാണ് ഇടുന്നത്. അപ്പോൾ ആ സ്റ്റൈലിലെല്ലാം വെച്ചു. അപ്പോൾ മുല്ലപ്പൂക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മുളം മുല്ലപ്പൂന് 100 രൂപയാണ് കേട്ടോ, ചെറിയൊരു മുളം. അപ്പോൾ ഞാൻ മുല്ലപ്പൊക്കെ വെച്ചു. ഞങ്ങളൊക്കെ നല്ല ഹാപ്പിയായി അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊങ്കൽ. അപ്പോൾ ഉമ്മറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഋതുക്കുട്ടനും ഏട്ടനും കൂടെയൊക്കെ അടിച്ച് പൊളിച്ചു. ഞങ്ങളിത് അങ്ങനെ ഇരുന്നു. പിന്നെ ഓരോ ദിവസങ്ങൾ ഫുൾ കറക്കമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ പിന്നെ അല്ലിക്കുട്ടിക്ക് തുമ്പിക്കുട്ടിക്ക് നല്ല പനിയും വയ്യാകെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. മാളാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ നല്ലൊരു മാളാണ്. അപ്പോൾ ആ മാളിലൊക്കെ പോയി, അവിടെ പോയി ഉള്ളിലൊക്കെ പോയി എല്ലാവരുടെയും കറങ്ങി എല്ലാം നോക്കി. ഇപ്പോൾ ഋതുക്കൂടിന് ഭയങ്കര നിർബന്ധം തീവണ്ടിയിൽ കയറണം പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ കയറാൻ 100 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് കയറാൻ 100 രൂപ. അപ്പോൾ എനിക്ക് കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കയറിയില്ല, വേണ്ട വെച്ചു കേട്ടോ. അപ്പോൾ ഇത് 2 റൗണ്ടാണ് കേട്ടോ, അതിന് 100 രൂപ പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ 2 റൗണ്ടിന് നഷ്ടമല്ലേ. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഋതുക്കൂടിന് അതിൽ കയറണം ഇത് കയറണം പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ പുറത്തൊക്കെ പോകാമെന്ന് ഞങ്ങൾ പുറത്ത് പോയി കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ്ടോ ഇവിടെ ഫുള്ള് ലൈറ്റാണ്, അടിപൊളി ലൈറ്റിംഗ് ആണ് കേട്ടോ, ഭയങ്കര. അവിടെ സിനിമ തിയേറ്ററാണ് കേട്ടോ മാളിൽ, വേറെ ഒന്നുമില്ല അവിടെ. മാള് പറയണത് സിനിമ തിയേറ്ററാണ്. അപ്പോൾ അവിടെ എന്താണ് പുറത്ത് ഡ്രസ്സിൻ്റെയൊക്കെ കുറച്ച് ചെറിയൊരു കട തന്നെ ഉള്ളൂ. ഇപ്പുറത്ത് പറയണത് മറ്റേ ഫുഡിൻ്റെ, അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് അങ്ങനെ ഒരുപാട് ഇതില്ല കേട്ടോ, ചെറിയൊരു മാളാണ്. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഒരു തമിഴ് പടം ഉണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയ്ക്കൊക്കെ പോയി അടിച്ച് പൊളിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഫുഡ് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കേണ്ട തിരക്കാണ് കേട്ടോ. ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റൈൽ പറയണത് വാഴൻ്റെ ഇലയല്ലേ, അപ്പോൾ അതിലാണ് അവർ പ്ലേറ്റിലാക്കി തരിക ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ അതിലാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറേ അതിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഋതുക്കുട്ടന് ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടന് ഫുള്ള് പനിയായിരുന്നു കേട്ടോ, ഭയങ്കര ചുമയൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റൊക്കെ ആക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പിക്കുട്ടിക്ക് അല്ലിക്കുട്ടിക്കൊക്കെ ഭയങ്കര വയറിളക്കും വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു, ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഋതുക്കുട്ടന് പെട്ടെന്ന് തണുപ്പ് അടിച്ചിട്ട് പെട്ടെന്ന് ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് വീഡിയോസാണ്. ഇനി അടുത്ത വീഡിയോയ്ക്ക് വരുന്നതായി. ടാറ്റാ, ബൈ, സീ യു.